അനുപമ ഒരു വാർത്ത വായിക്കാം. ഇന്ത്യയിലെ 70% യൂത്തിനും കുട്ടികളെക്കാൾ താല്പര്യം പെറ്റ്സിനോട്. ഇന്ത്യയിലെ ജനനനിരക്ക് റെക്കോർഡ് കുറവിലാണെന്ന്. വാർത്ത ഇങ്ങനെയാണ്: ഇന്ത്യയിലെ യുവാക്കളിൽ 70% കുട്ടികളെക്കാൾ വളർത്തുമൃഗങ്ങളെ വളർത്താൻ ഇഷ്ടപ്പെടുന്നുവെന്ന് സമീപകാല സർവേ വെളിപ്പെടുത്തുന്നു. ഇത് ആഗോള ശരാശരിയായ 47%-നേക്കാൾ വളരെ കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജനനനിരക്ക് എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും പെറ്റ്സ് ഉണ്ട്. പെറ്റ്സ് ഇല്ലാത്ത വീടുകൾ കുറവാണ്. നായ്ക്കുട്ടികളായിട്ടുണ്ട്, അല്ലെങ്കിൽ ബേർഡ്സിനെ വളർത്തുന്നവർ, പാമ്പിനെ വരെ വളർത്തുന്നവര് നമ്മുടെ നാട്ടിൽ. അതെ, ഗിന്നിപ്പിഗുകൾ. അപ്പോൾ ഈ പെറ്റ്സിനോടുള്ള അമിതമായ സ്നേഹം കാരണം കുട്ടികളെ വരെ വേണ്ടാന്ന് വെക്കുന്നവർ, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പെറ്റ്സിനെ നോക്കുന്നത് എന്ന് പറഞ്ഞ് കുട്ടികൾ വേണ്ട, പെറ്റ്സ് മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ. ഈ കൂട്ടത്തിലൊക്കെ പെടുന്ന ആളുകളെ നമുക്ക് നമ്മുടെ ചുറ്റും ഇന്ന് കാണാൻ സാധിക്കും. എന്തുകൊണ്ടായിരിക്കാം ആളുകളുടെ മെന്റാലിറ്റിയിൽ ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവുക? എനിക്ക് തോന്നുന്നത് ഈ പെറ്റ് പാരന്റ്സ് ആവുക എന്ന് പറയുന്നത് നോർമൽ പാരന്റ്സ് ആവുക എന്ന് പറയുന്നതിനേക്കാൾ ബാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ കുറവാണ്. ഒരുപാട് പേരെ നമുക്ക് സോഷ്യൽ ഒരിക്കലും ഉത്തരവാദിത്തങ്ങൾ കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു കുഞ്ഞിനെ നോക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തത്തിലാണ് നമുക്ക് ഒരു പെറ്റിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഇപ്പൊ കുഞ്ഞിനെ നമുക്കൊരു 2 വയസ്സ് വരെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് കുഞ്ഞ് വർത്താനം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ വെയിൽ കുഞ്ഞ് വാ തുറന്ന് പറയും. ഒരു പെറ്റിനെ അങ്ങനെ വാ തുറന്ന് പറയാൻ സാധിക്കില്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. അതായത് പെറ്റിന് വായി തുറന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അത് ശരിയാണ്. പക്ഷെ അതിന്റെ സ്ഥാനത്ത് ഒരു കുട്ടിയാണ് നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ കുട്ടിയെ ഇപ്പൊ സംസാരിക്കുന്നിടം വരെയാണ് നമുക്ക് റിസ്ക് ഫാക്ടറിനല്ല. അതിന് വ്യക്തിത്വ രൂപീകരണം എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് ഉണ്ട്. അത് നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനടക്കം എന്റെ ജീവിതത്തിൽ എനിക്ക് കുട്ടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കുട്ടി വേണ്ട, പെറ്റ് മതി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന ആളാണ്. അതെ, തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റില്ല അത് സാധിക്കുന്ന. എനിക്ക് നിലവിൽ ഞാൻ അതിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണ്. എന്നെ കൊണ്ട് പറ്റില്ല ഒരു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികൾ എന്ന് പറയുന്നത് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളല്ലല്ലോ. ഐ മീൻ, ഇപ്പൊ നമ്മുടെ പാരന്റ്സിനൊക്കെ എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ടായിരുന്നവരാണ്. അവര് നമ്മളെ വളർത്തിയതാണ്. ശരിയാണ്, അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബാക്കി പോസിറ്റീവ് സൈഡ്സിന് എന്തുകൊണ്ടാണ് കാണാതിരിക്കുന്നത്? അല്ല, അത് എന്താ പറയുക, നമുക്ക് ആക്ച്വലി ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പകുതി വഴിക്ക് വെച്ച് മതി, എനിക്ക് വേണ്ടാന്ന് വിചാരിച്ച് പോകാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ. നമ്മളൊരു കുഞ്ഞിനെ ജനിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിക്കൊള്ളണം. നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്, നമ്മുടെ മാത്രം ബാധ്യതയാണ് അതിനെ എന്താ പറയുക, ഒരു ബുദ്ധി ഉറക്കുന്നിടം വരെ, അല്ലെങ്കിൽ അത് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പാകപ്പെടുന്നത് വരെ അവരുടെ വ്യക്തിത്വ രൂപീകരണം വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ മാത്രം, അല്ലെങ്കിൽ നമ്മൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സമൂഹവും ബാക്കി കാര്യങ്ങൾക്കും അപ്പുറം നമ്മൾ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മാതാപിതാക്കൾ. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ടാണോ കാണുന്നത്? അതെ, എന്നെ സംബന്ധിച്ച് ഒരു വലിയ ടാസ്ക്കാണ്. കാര്യം ഒന്ന്, അതിന് ഞാൻ ആപ്റ്റ് അല്ല, ഫിറ്റ് അല്ല എന്നുള്ളത് കൊണ്ടല്ല. അല്ലാതെ മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ ആവണമെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് പാരന്റിങ് മോശമാണ് അങ്ങനെയല്ല. എനിക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വേണ്ടേ. ഞാൻ വളർത്തുന്ന കുട്ടിയെ ഒരു സാമൂഹ്യ വിരുദ്ധനോ വിരുദ്ധയോ അല്ലാത്ത ഒരാളാക്കി വളർത്താൻ എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണ്ടേ. അതെനിക്കില്ല, അതുകൊണ്ട് മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ് കുഞ്ഞുണ്ടാകണമോ കുഞ്ഞുണ്ടാകണ്ടയോ. പക്ഷെ എന്തുകൊണ്ടോ ഇന്നത്തെ ജനറേഷൻ ആ പേടി കൂടുതലാണ്. കുഞ്ഞ് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നവരാണ് ഇന്നത്തെ ജനറേഷൻ. ഇപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കല്യാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, കല്യാണം വേണ്ട എന്ന് തീരുമാനിക്കുന്നവരാണ് ഇന്നത്തെ കാലത്തുള്ളത്. പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമാണ്. കുഞ്ഞുങ്ങൾ ഉണ്ടാവുക, അവരെ നോക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഉണ്ടാവാത്തതിനെ പുറത്ത് സങ്കടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ പെറ്റ്സിലേക്ക് വരികയാണെങ്കിൽ, പെറ്റ്സ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ വിരളമായിട്ടാണ് വീടുകളിൽ നായ്ക്കുട്ടികളൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വളരെ കോമൺ ആണ് എല്ലാ വീട്ടിലും. എന്നുവെച്ചാൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 10ൽ ഒരു 6 വീടുകളിലും നായ്ക്കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പെറ്റ്, പൂച്ചകളായിരിക്കാം, അതല്ലെങ്കിൽ പക്ഷികള്, അങ്ങനെ അല്ലെങ്കിൽ കോഴികൾ, ആടുകൾ, താറാവുകൾ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെറ്റ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിനെ അവർ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ സ്നേഹത്തോടെ, എന്ന് വെച്ചാൽ വീട്ടിലൊരാളെ പോലെ അത്രയും കാര്യമായി ടേക്ക് കെയർ. എനിക്ക് കല്യാണം നോക്കുന്ന സമയത്ത് മാട്രിമോണിയിൽ ഒരു റിക്വസ്റ്റ് വന്നതിൽ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ 5 പേരുണ്ട്, ഞാനും അച്ഛനും അമ്മയും 2 നായ്ക്കുട്ടികളും. ആ മാട്രിമോണിയിൽ അയാൾ നല്ല അബൌട്ട് ഫാമിലി പ്രൊഫൈൽ എഴുതിയതാണ്. ആ നായ്ക്കുട്ടികളുടെ പേര്, ബ്രീഡ്, അവർ ഭയങ്കര ക്യൂട്ടാണ്, എല്ലാവരുമായിട്ട് ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ് എന്നുള്ള രീതി എന്നുവെച്ചാൽ ഇവർ അച്ഛനും അമ്മയും എഴുതിയതിനെ കുറിച്ച് പോലെ തന്നെ ഈ പെറ്റ്സിനെ കുറിച്ചിട്ടും അയാൾ അതിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നു, അവർ ഫാമിലി ആണ്.
അതിൽ എത്രത്തോളം അവർ അതിലേക്ക് ഇൻവോൾവ് ആണെന്ന് നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് പെറ്റ്സിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെ ഞാനൊരു റീല് കണ്ടിരുന്നു. ആദ്യം വീട്ടിലേക്ക് പൂച്ചയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ കൽപ്പിട്ട് നിന്ന അച്ഛൻ ഇപ്പോൾ 10 പൂച്ചകൾക്കിടയിൽ കടന്ന് കളിക്കുന്ന ഒരു വീഡിയോ. എൻ്റെ വീട്ടിൽ നായ്ക്കുട്ടികൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് വീട്ടിലേക്ക് നായ്ക്കുട്ടീനെ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് അമ്മ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ പിന്നീട് അവളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു നിലയിലേക്ക് വീട്ടുകാർ മാറിപ്പോ പാർട്ട് ഓഫ് ഫാമിലി ആയി മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതാണെന്ന് തോന്നുന്നു ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ പെറ്റ്സിനെ എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ടവരായി മാറുന്നൊരു സാഹചര്യമുണ്ട്. ഈ നമ്മൾ ഈ പെറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ അവരുടെ മാനസിക നിലയ്ക്ക് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് ഭയങ്കരമായി ഇമ്പോർട്ടൻസ് കൽപ്പിച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. ഈ ഇപ്പൊ പട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഈ പട്ടികളുടെ കാര്യത്തിലാണ്, ഡോഗ്സിന്റെ കാര്യത്തിലാണ് ആളുകൾ കൂടുതൽ ആ കാര്യം എടുത്തു പറയാറുള്ളത്. അവരെ ഡിപ്രഷൻ വരുമെന്നൊക്കെ. അത് പട്ടികളിൽ മാത്രമല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്, ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. എനിക്ക് എൻ്റെ പെറ്റ് എന്ന് പറയുന്ന ഒരു താറാവാണ്. അപ്പൊ ഞാനും താറാവും ആ ഒരു താറാവായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ ഞാനിപ്പോ ജോലിക്ക് വേണ്ടി ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല. ഞാൻ വരുന്നിടം വരെ വീടിന്റെ ഡോറിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക. ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ തുടച്ച് കളയുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒരു താറാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ ബിഹേവിയർ വരും എന്നുള്ള. അപ്പോൾ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന നമ്മൾ അവരുടെ മാനസികാരോഗ്യത്തിന് ഭയങ്കരമായി വില കൽപ്പിക്കുമ്പോൾ അവർ തിരിച്ചു അത് തരും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത് കുട്ടികളുമായി മുട്ടിക്കുന്ന അല്ലെങ്കിൽ തട്ടിച്ചു നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്തുമാത്രം എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പം ഈ പെറ്റ്സിനെയും കൊണ്ടിട്ട് നമുക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ കാണാറില്ലേ നമ്മൾ ഡോഗ്സിനെയും കൊണ്ട് പൊതുനിരത്തുകളിലൂടെ പോകുന്നവർ, പൂച്ചയായാലും ഒക്കെ. അപ്പൊ ഇത്ര വലിയൊരു പാടുണ്ടെന്ന് തോന്നിയില്ല. കുട്ടികളാകുമ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പിന്നെ അടി വിടി കരച്ചിലും നിലവിളിയായി അവിടെ കിടന്ന് ഉരുളും. നമ്മൾ പാരന്റ്സ് ഇത് എന്ത് ചെയ്യും, ഇതിനെ എങ്ങനെ ഇനിയിപ്പോ ഒന്ന് കൊണ്ടുവരും. നമ്മൾ കുട്ടികളെ അടിച്ചാൽ പ്രശ്നം, അടിച്ചില്ലെങ്കിൽ പ്രശ്നം. പാരന്റിങ് എന്ന് പറയുന്നത് വലിയൊരു ഭയങ്കര ഒരു ടാസ്കായി മാറുകയാണ്. അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ പെറ്റ് പാരന്റ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. പലരുടെയും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകൾ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറ്റ് പാരന്റ് അല്ലെങ്കിൽ പെറ്റ് പാരന്റ്സ് എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു എന്താ പേര് ഞാൻ ഓർക്കണില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അവര് യൂട്യൂബില് വ്ളോഗൊക്കെ തുടങ്ങിയപ്പോൾ അതിനകത്ത് 2 ഡോഗ്സ് ഉണ്ട് അവർക്ക്. അവരെ കാര്യങ്ങൾ ആ വ്ളോഗിൽ ആ സ്ത്രീ സംസാരിക്കുമ്പോൾ പറയാ ഡാഡി, ഞാൻ മമ്മി, ഇവരുടെ ഡോഗ്സിന്റെ ഡാഡിയാണ് ഈ കുട്ടിയുടെ ഭർത്താവ്, ആ പെൺകുട്ടി സ്വയമേവ അവരുടെ അമ്മയാണ് എന്നാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. അത് ഒരുപാട് പേര് അങ്ങനെയാണ്. ലൈക്ക് നമ്മളിപ്പോ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ കളിപ്പിക്കുന്നത് കാണാറുണ്ട്. കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്നത് പോലെ ഉറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് വളരെ കോമൺ ആയി കഴിഞ്ഞു, അവർ ആസ് പാർട്ട് ഓഫ് ഫാമിലി ആയി കഴിഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതിന്റെ ഒപ്പം നമ്മൾ സപ്പോയിന്റ് ആയി പറഞ്ഞതാണ് ജനനനിരക്ക് കുറയുന്ന ഒരു സാഹചര്യം. നമ്മൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോപ്പുലേഷൻ സർക്കിൾ, നമ്മുടെ ഒരു സാമൂഹിക ജീവികളാണല്ലോ മനുഷ്യന്മാർ. അപ്പൊ ആ ഒരു കൺസിഡറേഷൻ പോയിന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾ, ഇനി ആരും കുഞ്ഞുങ്ങൾ വേണ്ട എല്ലാവർക്കും പെറ്റുമതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വളരെ ബാഡായിട്ട് നമ്മുടെ സൊസൈറ്റിയെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അല്ലാതെയും സംഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോ ശില്പ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനറേഷനിൽ എല്ലാവർക്കും 2 അല്ലെങ്കിൽ മാക്സിമം 3, അതിനപ്പുറത്ത് കുട്ടികൾ ആരും വേണ്ട എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നാം ഒന്ന് നമുക്കൊന്ന് എന്ന് വിചാരിക്കുന്നിടത്ത് 3 വരെയെങ്കിലും മാക്സിമം പോകുന്നുണ്ട്. 6 കുട്ടികൾ ഉണ്ടായ ചരിത്രമുണ്ട് ഈ ജനറേഷനിലുള്ള. അത് അവർ ആഗ്രഹിച്ചുണ്ടാക്കിയതാണെന്നുള്ളതാണ്. യെസ്, അത് അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് കൂടി കൊടുക്കണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ പൊതുവെ നമുക്ക് ചലഞ്ചുകളൊക്കെ ഏറ്റെടുക്കാൻ വളരെയധികം താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഈ പാരന്റിങ്ങിന് ഒരു ചലഞ്ചായി കണ്ടു കഴിഞ്ഞാൽ മേ ബി അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ളൊരു പോയിന്റ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതിനെ ആ ഒരു ചലഞ്ചായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊരു ചലഞ്ചായി എടുക്കാം. ഒരു നമ്മൾ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ കുറെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പെറ്റുകളെ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ പെറ്റുണ്ടാവും കൂടെ. പിന്നെ ഇത് ഡെലിവറി കഴിഞ്ഞ് വരുമ്പോ ഈ കുഞ്ഞിനെ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് മേ ബി ആ പെറ്റായിരിക്കും. പിന്നെ ആ പെറ്റ് കുട്ടീനെ നോക്കുന്നത്, പാമ്പർ ചെയ്യുന്നത് അത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗാർഡിനെ പോലെ കുട്ടി എണീക്കുന്നവരെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പിടിച്ചുടങ്ങുക, അങ്ങനെ ഒരു കമ്പാനിയൻഷിപ്പ് കൊടുക്കാൻ പറ്റുന്നവരാണ് പെറ്റ്സ്. അങ്ങനത്തെ റീല് ഞാൻ കണ്ടിരുന്നു. ഒരു ഡോഗ് കുട്ടി കരയുമ്പോൾ അതിന്റെ തൊട്ടിലിങ്ങനെ ആട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് നായ്ക്കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അത് രണ്ടിനെയും കൂടി ഒപ്പം കൊണ്ടുപോകുമ്പോൾ അത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തും എന്നുള്ളതാണ്.